പാഠ്യവിഷയമാക്കി കാലിക്കറ്റ് സർവകലാശാല. മലയാളം 3ാം സെമിസ്റ്ററിൽ താരതമ്യ സാഹിത്യ പരിചയം എന്ന വിഭാഗത്തിലാണ് വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയത്. റാപ്പ് സംഗീത താരതമ്യ പഠനത്തിൽ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനവും മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന ഗാനവുമാണ് ഉൾപ്പെടുത്തിയത്. മലയാളം മൈനർ കോഴ്സിന്റെ ഭാഗമായാണ് താരതമ്യ സാഹിത്യത്തിൽ വേടന്റെ പാട്ടും ഉൾപ്പെടുത്തിയത്. സുഹൃത്തുക്കളെ, രണ്ട് പാട്ടുകൾ ഇതിനെക്കുറിച്ച് 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തുള്ളൂ. ഇപ്പോഴാണ് മാധ്യമങ്ങളൊക്കെ വരുന്നതെന്നെങ്കിൽ പറയാൻ കിട്ടാം. എന്തൊക്കെയായാലും ഈ ഒരു പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം ഏകദേശം ഒരു 4 വർഷം മുമ്പാണ് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന ആ ഒരു പാട്ട് നമ്മുടെ വേടൻ പുറത്തിറക്കുന്നത്. അന്ന് തന്നെ വളരെയധികം സമൂഹത്തില് ചില ആളുകളെങ്കിലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പാട്ടാണ്. ഞാൻ ആദ്യമേ പറയട്ടെ, ഒരു പക്ഷേ ഈ വീഡിയോ ഒരു അല്പം ലെങ്തി ആവാനുള്ള സാധ്യത വളരെ അധികമാണ്. കാരണം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറഞ്ഞ ഈ ഒരു പാട്ടും ഈ ഒരു പാട്ടിനെ താരതമ്യം ചെയ്യുന്നത് മൈക്കിൾ ജാക്സൺ എഴുതി അദ്ദേഹം അവതരിപ്പിച്ച ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു പാട്ട് കൂടിയിട്ടാണ് ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ്. 2 സീരീസ് ആയിട്ടാണ് മൈക്കിൾ ജാക്സൺ ആ പാട്ട് ഇറക്കിയിട്ടുള്ളത്. ഒന്ന് ബ്രസീലിയൻ എപ്പിസോഡായിട്ടും 2 ഒരു പ്രിസൺ എപ്പിസോഡ്. ഈ രണ്ടും ഒരുപക്ഷെ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിലൊക്കെ തപ്പി നോക്കിയാൽ കാണാം. എത്ര 1.1 ബില്യൺ ആണ് കേട്ടോ ആളുകൾ കണ്ട ഒരു വീഡിയോ ആണത്. ഞാൻ പറഞ്ഞത് അന്ന് ഈ പാട്ട് വലിയ ചർച്ച ഉണ്ടാക്കിയിരുന്നു, വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് മൈക്കിൾ ജാക്സൺ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതിലെ ജൂമി എന്ന് പറയുന്ന ഒരു വരി അടക്കം എടുത്തു മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പാട്ടിന്റെ ആ ഒരു വാക്ക് മ്യൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ മൈക്കിൾ ജാക്സൺ എത്തിയിട്ടുണ്ട്. ആ ഒരു പ്രശ്നങ്ങളിലേക്കും എന്തുകൊണ്ടാണ് ആ പാട്ടുമായിട്ട് നമ്മുടെ വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന ഈ ഒരു പാട്ട് താരതമ്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പാട്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ എന്ന ശ്രമത്തിന്റെ ഭാഗമാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ കാലിക്കറ്റ് സർവകലാശാലയില് 4ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കാണ്. ഇതൊരു മൈനർ കോഴ്സാണ് കേട്ടോ. വേണമെങ്കിൽ എടുത്താൽ മതി എന്നാണ്. അങ്ങനെയാണെങ്കിൽ സോക്കോൾഡ് സംഘികളൊക്കെ ഈ ഒരു പാട്ടുകൾ ഒരു പക്ഷേ ഈ ഒരു സംഗതി സെലക്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. സംഘികളൊക്കെ കോളേജിലൊക്കെ പഠിക്കുക, ചിലപ്പോൾ പഠിച്ചേക്കാം. ഞാൻ പറയുന്നത് ഒരു കോളേജ് എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പല ആളുകളും ഒരല്പമെങ്കിലൊക്കെ തലച്ചോറ് ഓളം ഉണ്ടായിട്ട് ആ ഒരു സംഗീതത്തെ വിട്ടുപോരാറുണ്ട്, അല്പമെങ്കിലൊക്കെ വിട്ടുപോരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വേടന്റെ പാട്ടുകളും മൈക്കിൾ ജാക്സന്റെ ഈ പാട്ടുകളൊക്കെ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അസമത്വങ്ങളെ കുറിച്ചും നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടും, അത് സിറിയയിലായാലും നമ്മുടെ അലൻ കുർദിയുടെ വിഷയങ്ങളായാലും അങ്ങനെ പല വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഈ അതിർത്തികളും രാജ്യത്തിന്റെ അതിർത്തികളും ഇല്ലാതിരിക്കുമ്പോഴുള്ള ഒരു സുന്ദര ലോകത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സംഘികളുടെ മനസ്സ് ഇവരിൽ നിന്നൊക്കെ പോയി പോകുമില്ലെന്നാണ് ഞാൻ സങ്കല്പിക്കുന്നത് കേട്ടോ. അത് ഒരു സങ്കല്പമായിട്ടൊക്കെ നിലകൊള്ളാനുള്ള സാധ്യത വളരെ അധികമാണ്. എന്തൊക്കെയായാലും ഈ 2 പാട്ടുകളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലോകത്ത് നടക്കുന്ന എല്ലാ തരം മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ചും അത് ശക്തമായ ഭാഷയിൽ എഴുതപ്പെട്ട 2 ആളുകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് താരതമ്യ പഠനം നടത്തുകയാണെങ്കിൽ അതൊന്ന് മൈക്കിൾ ജാക്സനെ കുറിച്ചും ഒന്ന് നമ്മുടെ വേടനെ കുറിച്ചും പാടേണ്ടി വരും എന്നുള്ളതാണ്, അല്ലെങ്കിൽ പറയേണ്ടി വരും എന്നുള്ളതാണ്. കാരണം 2 പേരും തങ്ങളുടെ പാട്ടിൽ പറഞ്ഞിട്ടുള്ളത് മനുഷ്യാവകാശ ധ്വംസനങ്ങളെ കുറിച്ചിട്ടാണ്. മനുഷ്യർ എവിടെയൊക്കെ എന്തൊക്കെ വേദന അനുഭവപ്പെടുന്നോ ആ വേദനകളെല്ലാം തന്റെ പാട്ടിലൂടെ കൊണ്ടുവരാൻ മൈക്കിൾ ജാക്സണും ഒപ്പം തന്നെ നമ്മുടെ വേടനും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മൈക്കിൾ ജാക്സന്റെ ഏറ്റവും വിവാദമായ പാട്ട് ഒരു പക്ഷേ ഇതാണെന്ന് പറയാം. ഞാൻ മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് റിയലി കെയർ അബൌട്ട് എന്ന് പറയുന്ന പാട്ടിന്റെ വരി ഞാൻ അവിടെ വെക്കുന്നില്ല. എനിക്ക് നല്ല യൂട്യൂബ് പണി തരും എന്നുള്ളതുകൊണ്ടാണ്. കോപ്പറേറ്റ് അടിച്ച് എൻ്റെ യൂട്യൂബ് തകർന്നു പോകും. അതുകൊണ്ട് ഞാൻ ആ പാട്ട് വയ്ക്കുന്നില്ല. പക്ഷെ ഞാൻ വായിക്കാം. ബീറ്റ് മീ, ഹേറ്റ് മീ, യു ക്യാൻ നെവർ ബ്രേക്ക് മീ, will me, thrill me, you can never kill me, jew me, sue me, everybody, and do me, kick me, kite me, and don't black or white me, all I want say that they don't really care about us എന്ന് പറയുന്ന ഈ ഒരു വരിയില് ജൂമി എന്ന് പറയുന്ന ആ ഒരു വരിയില് വളരെയധികം പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന്. ജൂമി സത്യം പറഞ്ഞാൽ അതൊരു വംശീയ വിദ്വേഷ പ്രയോഗമാണ്. അങ്ങനത്തെ പ്രയോഗം ഒരു കാരണവശാലും നമ്മുടെ മൈക്കിൾ ജാക്സൺ നടത്താൻ പാടില്ലായിരുന്നു എന്നടക്കം വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജൂമി എന്ന് പറയുന്ന ആ ഒരു വാക്കിന് ജൂതരെ ഉദ്ദേശിച്ചുകൊണ്ടെന്നാണ് പല ആൾക്കാരും വിചാരിച്ചത്. അതൊരു വംശീയ അധിക്ഷേപമാണ് എന്നടക്കം പല ആൾക്കാരും പറയുകയുണ്ടായി. പക്ഷേ ആക്ച്വലി ഈ ജൂമി എന്ന് പറയുന്ന വാക്കിന് വേറെ അർത്ഥം കൂടിയുണ്ട്. നമ്മൾ ഈ ബാർഗെയിൻ ചെയ്യുക എന്നൊക്കെ പറയും. കടകളിലൊക്കെ പോയിട്ട് നമ്മൾ പല സംഗതിയിലും ബാർഗെയിൻ ചെയ്ത് വില കുറച്ചൊക്കെ വാങ്ങിക്കും. അങ്ങനെ വില പേശുക എന്ന് പറയുന്ന അർത്ഥം കൂടി ഈ ജൂമി എന്നുള്ള സംഗതി ഇരുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു വാക്കാണെങ്കിലും അത് പൊതുവെ ഒരു വംശീയ പ്രയോഗമായിട്ടാണ് ലോകത്ത് എല്ലായിടത്തും കണക്കാക്കുന്നതിനാൽ
അതിന് ആ ഒരു രീതിയിലാണോ മൈക്കിൾ ജാക്സൺ ഉപയോഗിച്ചത് എന്നൊക്കെ ആരോപണം ഉണ്ടാവുകയും മൈക്കിൾ ജാക്സനെ തിരിച്ചറിയുകയും പിന്നീട് മാപ്പ് പറയുകയും ചെയ്തു കേട്ടോ. എന്തായാലും അത് മ്യൂട്ട് ചെയ്യുകയാണ് പിന്നെ ഉണ്ടായത്. എന്തായാലും ഈ പാട്ടിനെ കുറിച്ച് എന്താണ് മൈക്കിൾ ജാക്സന് പറയാനുണ്ടായത്? പലപ്പോഴും തന്റെ പാട്ടുകളെ കുറിച്ചിട്ട് വേടൻ പറയാറുണ്ട്, ഞാൻ എൻ്റെ അമ്മയെ കുറിച്ച് പാട്ട് പാടട്ടെ, ഞാൻ ഈ ലോകത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പാട്ട് പാടട്ടെ, ഞാൻ മതവൈരത്തെ കുറിച്ച് പാട്ട് പാടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പാട്ടുകളൊക്കെ, ഞാൻ പ്രണയത്തെ കുറിച്ച് ഒരു പാട്ട് പാടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വേടൻ പലപ്പോഴും പല പാട്ടുകളും സ്റ്റേജിൽ അവതരിപ്പിക്കാറുള്ളത്. അതേപോലെ തന്നെ ഇദ്ദേഹം മൈക്കിൾ ജാക്സൺ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? മുൻവിധിയുടെയും വെറുപ്പിന്റെയും വേദനയെ കുറിച്ചിട്ടാണ് ഈ ഗാനം എന്നാണ്. മുൻവിധിയുടെയും വെറുപ്പിന്റെയും വേദനയെ കുറിച്ചിട്ടാണ് ഈ ഗാനം. നോക്കൂ, വേടനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യങ്ങളാണ് മുൻവിധിയെ കുറിച്ച്, വെറുപ്പിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു പാട്ടാണ് വേടൻ പലപ്പോഴും പറഞ്ഞത്. വേടൻ ആരാണ് വെറുക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. വേടനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സംഘപരിവാരുകാരാണ്. എന്തുകൊണ്ടാണ് സംഘപരിവാരുകാര് വേടനെ ഇത്ര അധികം വെറുക്കുന്നത്? സിംപ്ലി പറയാം, ഇവിടെ ഹിന്ദുക്കളെല്ലാം ഒന്നാണെന്നും നമുക്ക് ജാതിയൊന്നും ഇല്ല എന്നും പുറമേ പറയുകയും ഹിന്ദുക്കളെ ജാതിയൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു വലിയ ഉട്ടോപ്യ സങ്കല്പം മുന്നോട്ട് കൊണ്ടുവന്ന് നമ്മളെ മുഴുവൻ ഒതുക്കി തീർത്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് കൃത്യമായിട്ടും ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ജാതീയത ഉള്ളത്, സംഘപരിവാറിനാണ് ഏറ്റവും കൂടുതൽ ജാതീയത ഉള്ളതെന്നും അവരത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടില് അവർ ഫില്ല് ചെയ്യാൻ പോകുന്നതെന്നും വേടൻ തന്റെ വർത്തമാനത്തിലൂടെ പാട്ടിലൂടെ പറയാൻ ശ്രമിച്ചത്. അതോടുകൂടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ പറയുന്ന പോലെ അല്ലെങ്കിൽ പല ചിന്തകന്മാർ പറയുന്ന പോലെ ഈ ബാലഗോകുലങ്ങളിൽ വലിയ പ്രശ്നം ഉണ്ടായി. ബാലഗോകുലത്തെ ആളുകൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി തുടങ്ങി. തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നുണ്ട് പല ക്ഷേത്രങ്ങളിലുണ്ട് എന്നൊക്കെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. ചില ജാതിക്കാർക്ക് മാത്രം കൈകളിൽ പ്രസാദം വെച്ചു കൊടുക്കുകയും മറ്റു ചിലർക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഏർപ്പാടുകളൊക്കെ ഇത് ഒരിക്കൽ കിട്ടിയ ശേഷം പിന്നെ ഈ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഏർപ്പാടുണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നൊക്കെ ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ കൃത്യമായിട്ട് വേടന്റെ പാട്ട് കൂടി വരുമ്പോൾ ഇത് നമ്മുടെ ലോകത്ത് കൃത്യമായിട്ടുണ്ടല്ലോ, അറിഞ്ഞും അറിയാതെയും കണ്ടും കാണാതെയും ഇത് നടപ്പിലാക്കപ്പെടുന്നുണ്ടല്ലോ എന്ന് ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. അത് ഒരു വലിയ പ്രശ്നമായിട്ട് സംഘപരിവാറുകാർക്ക് മാറി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും സാമൂഹ്യ പ്രശ്നങ്ങൾ തന്റെ പാട്ടിൽ ഒളിപ്പിച്ചു വെച്ചുള്ള ഒരാളാണ് രണ്ടുപേരും, നമ്മുടെ മൈക്കിൾ ജാക്സണും നമ്മുടെ വേടനും. രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇതിലൊക്കെ വളരെ പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിലേക്ക് വേടൻ അടക്കം മാറുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലും മൈക്കിൾ ജാക്സൺ പലപ്പോഴും പറയുന്നത് പോലെ ഞാൻ കുറ്റാരോപിതരുടെയും ആക്രമിക്കപ്പെട്ടവരുടെയും ശബ്ദമാണ്, ഞാൻ എല്ലാവരുടെയും ശബ്ദമാണ്. വേടൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഞാൻ എല്ലാവരുടെയും ശബ്ദമായിട്ടാണ് മാറുന്നത്. നോക്കൂ, ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പാട്ട് തന്നെ എങ്ങനെയാണ്? വേടന്റെ ആദ്യത്തെ പാട്ട് ഏതാണ്? അതിന്റെ പേര് തന്നെ ആലോചിച്ച് നോക്കിയേ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് വേടൻ. ആദ്യത്തെ പാട്ട് അങ്ങനെയായിരുന്നു, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്നുള്ള പേരിലാണ് വേടൻ തന്നെ ആദ്യത്തെ പാട്ട് തന്നെ ഇറക്കിയത്. നോക്കൂ, ഇത് തന്നെയാണ് മൈക്കിൾ ജാക്സൺ പറഞ്ഞതെന്ന് ആലോചിക്കണം. ഞാൻ കുറ്റാരോപിതരുടെയും ആക്രമിക്കപ്പെട്ടവരുടെയും ശബ്ദമാണ്, ഞാൻ എല്ലാവരുടെയും ശബ്ദമാണ് എന്ന് മൈക്കിൾ ജാക്സൺ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വരിയില്, ഈ ഒരു പാട്ടില് എന്റെ തല മുണ്ടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ തല എന്താ പറയാ മുടി മുഴുവൻ പോയവരുടേത്, ആക്രമിക്കപ്പെട്ടവരുടെ, ജൂതന്മാരുടെ പ്രതിനിധിയാണ് ഞാൻ കറുത്ത മനുഷ്യനാണ്, ഞാൻ വെള്ളക്കാരനാണ്, ഞാൻ അക്രമകാരി ഒരിക്കലും ആയിരുന്നിട്ടില്ല, എന്നിട്ടും എന്നെ വേട്ടയാടാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നു. നോക്കൂ, വേടൻ ഒരിക്കൽ പോലും അക്രമകാരിയായിരുന്നില്ല. ഞാനിപ്പോ പറഞ്ഞ വരികള് വേടന്റേതല്ല കേട്ടോ, ഈ പറഞ്ഞ വരികളെല്ലാം മൈക്കിൾ ജാക്സന്റെയാണ്. പക്ഷെ വേടനോട് നമുക്ക് ചേർത്ത് വായിക്കാം. വേടൻ ഒരിക്കലും ആക്രമകാരിയായിട്ടില്ല, എന്നിട്ടും തന്നെ നെഞ്ചത്ത് ആരോ കൊടുത്ത ഒരു മാല അണിഞ്ഞതിന്റെ പേരിൽ, ഒരു പുലിപ്പല്ല് അണിഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടിയിട്ടുണ്ട്. അങ്ങനെ പുലിപ്പല്ല് അണിഞ്ഞ ആളുകൾ നമ്മുടെ നാട്ടിൽ സുരേഷ് ഗോപി ചേട്ടനും ജയറാമും അങ്ങനെ പല ആളുകളും ഉണ്ടായിരിക്കെ അവരൊന്നും വേട്ടയാടാത്ത ആ ഒരു കൂരമ്പുകള് നമ്മുടെ വേടന് നേരെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് പ്രശ്നം? അതാണ് വേടൻ പറഞ്ഞ പോലെ ഇവിടെ ഇരട്ട നീതി ഉണ്ട്. എന്തൊക്കെയായാലും യുവാക്കൾക്കെതിരായിട്ടുള്ള അനീതികളെ കുറിച്ച്, ഈ വ്യവസ്ഥിതി എങ്ങനെയാണ് അവരൊക്കെ കുറ്റപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഗാനങ്ങൾ. അപ്പൊ മനുഷ്യാവകാശ ദംശനങ്ങളെ പറ്റിയിട്ട് ബോധവൽക്കരിക്കാൻ ശ്രമിച്ച ഒരു പാട്ടായിട്ടാണ് ഇത് അദ്ദേഹം ഇറക്കുന്നത് കേട്ടോ. എന്തായാലും ഈ രണ്ട് പാട്ടുകളും കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതി, ഇതേ ബീറ്റ് വെച്ചിട്ട് ആ മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് റിയലി കെയർ അബൌട്ട് us എന്ന് പറയുന്ന ആ പാട്ടിന്റെ അതേ ബീറ്റ് വെച്ച് മലയാളത്തില് ഒരു വളരെ നൈസ് പ്രണയഗാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ അഴകിയ രാവൺ എന്ന് പറയുന്ന സിനിമയില് പവിഴമണിത്തൂവൽ കുഴിയും തരരര പ്രണയമണിത്തൂവൽ കുഴിയും പവിഴമഴ എന്ന് പറയുന്ന ആ പാട്ട് കേൾക്കുകയാണെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗംഭീര ബീറ്റ് ഉണ്ട്. ആ ബീറ്റ് സുഹൃത്തുക്കളെ ദേ ഡോണ്ട് റിയലി കെയർ അബൌട്ട് us എന്ന് പറഞ്ഞ ആ പാട്ട് നിർത്ത ബീറ്റാണ്. ഒരു മനുഷ്യാവകാശ ദംശനങ്ങളെ കുറിച്ച് നമ്മുടെ ലോകത്ത്
മനുഷ്യർ അനുഭവിക്കുന്ന രാഷ്ട്രീയവും സാമൂഹികമായ പ്രശ്നങ്ങളെ കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ബീറ്റ് വെച്ചിട്ട് നമ്മുടെ നാട്ടില് നമ്മുടെ മലയാളികള് ഒരു പ്രണയഗാനം ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് നമ്മുടെ വേടനൊക്കെ പ്രസക്തി ഉണ്ടാകുന്നത് കേട്ടോ. അതിഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു ബീറ്റ് എടുത്തിട്ട് നമ്മുടെ നാട്ടില് പൈങ്കിളി പാട്ടുണ്ടാക്കിയിട്ടെന്നൊക്കെ മനസ്സിലാക്കിയാൽ മതി. അവിടെയാണ് നമ്മുടെ വേടനൊക്കെ ഗംഭീരമായിട്ട് സെറ്റപ്പായിട്ട് വരുന്നെന്ന് മനസ്സിലാക്കുക. ഞാൻ ഇനി പറയാൻ പോകുന്ന എൻ്റെ സുഹൃത്തുക്കളെ, നമുക്ക് ആ വേടന്റെ പാട്ടിലൂടെ ഒന്ന് പോകാം. ഒന്ന് പറയാനുള്ള ശ്രമമാണ്, ഒരു പഠനത്തിലുള്ള ശ്രമം മാത്രമാണ് ഞാൻ നടത്തുന്നത്. ഇത് പരിപൂർണമായിട്ട് ഇത് മാത്രമാണ് ശരിയെന്നല്ല. എങ്കിലും നോക്കൂ, വേടന്റെ ഈ പാട്ടില് സിറിയ നിൻ മാറിലെ മുറിവിൽ ചോരയൊലുപ്പതിന് ഈച്ചയരിപ്പു. സിറിയ ഏറ്റവും കൂടുതൽ പലായനം ചെയ്യപ്പെടുന്ന ആളുകളുടെ നാടാണ്. സ്വന്തം നാട്ടിൽ പോലും ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാതെ മതവൈര്യത്തിന്റെയും ജാതിവൈര്യത്തിന്റെയും പേരിൽ അസമത്വത്തിന്റെ പേരിലൊക്കെ പലായനം ചെയ്യപ്പെടുകയും പലായനം ചെയ്യപ്പെട്ടതിന്റെ പേരിൽ കടൽക്കരയിൽ മരിച്ചു വീഴപ്പെടുന്ന ചെറിയ കുഞ്ഞുങ്ങളുടെയും നാടാണ് സിറിയ എന്ന് പറയേണ്ടി വരും. കുറയാ നിൻ മീതെ കഴുകന്മാർ പറപ്പു കാവിലിരിപ്പു, മതമിരുളിനും ഭാരതാംബയോ വെട്ടം തേടി ഇറങ്ങി നടക്കും. നമുക്ക് ഈ അടുത്ത കാലത്ത് പോലും ഭാരതാംബ ഒരു വലിയ ചർച്ചാ വിഷയമായി മാറിയതാണ്. ഭാരതാംബ ഇന്ത്യയുടേതാണ്, അതോ ഒരു പ്രത്യേക സോക്കോൾഡ് ഹിന്ദു മതത്തിന്റെ ഭാഗമാണ്? ആ ഭാരതാംബയുടെ പുറകിൽ കാണുന്ന ഭാരതം, ഇന്ത്യ ഇപ്പോഴുള്ള ഇന്ത്യയാണോ, അതോ സങ്കല്പത്തിലെ പണ്ടത്തെ ഏതെങ്കിലും ഇന്ത്യയെ കുറിച്ചാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ഭാരതാംബ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്, അത് ഗവൺമെന്റ് പരിപാടിയിൽ വെക്കാൻ പറ്റുമോ എന്ന് പറയുന്ന ചർച്ചകൾ മുഴുവൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഗംഭീരമായിട്ട് നടന്നതാണ് എന്നൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെയായാലും അതുകൊണ്ട് തന്നെ മതമിരുളിൽ ഭാരതാംബയോ മതത്തിന്റെ ഇരുളിൽ തന്നെയാണ്. ഇന്ത്യ ഇപ്പോഴും മതത്തിന്റെ ഇരുളിൽ തന്നെ വെട്ടം തേടി അലഞ്ഞടക്കുന്ന പറയാം ഇവിടുത്തെ അമ്മമാര് മുഴുവൻ. കാരണം അതിഭീകരമായിട്ട് മതം ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. മതം ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ട് അതിന്റെ ഭാഗമായിട്ട് മാത്രം തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നുണ്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എന്ന് മനസ്സിലാക്കിയാൽ മതി. മെക്സിക്കൻ കനവുകളായിരം ഒരു മതിലാലെ ആര് തൊടുപ്പു. മെക്സിക്കൻ ഇഷ്യൂസുകളെല്ലാം ഒന്ന് വായിച്ചറിയുന്നത് നന്നായിരിക്കും. ഇലങ്കയിൽ, ശ്രീലങ്ക എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇലങ്കയിൽ പുലികൾ ഇനിയും ദാഹം മാറാ തേടി നടപ്പോ. ഈ ശ്രീലങ്കൻ തമിഴരുടെ പ്രശ്നങ്ങൾ നോക്കൂ. ഇദ്ദേഹം ആരുടെയൊക്കെ വിഷയങ്ങളാണ് വേടൻ തന്നെ പാട്ടിൽ കൊണ്ടുവരുന്നത്? സിറിയ, കൊറിയ, ഇന്ത്യൻ പ്രശ്നങ്ങള്, മെക്സിക്കൻ, ശ്രീലങ്കൻ പ്രശ്നങ്ങള് കഴിഞ്ഞിട്ടില്ല. അടുത്തത് കോങ്കോ നിൻ ഗനികളിലായിരം കുരുന്നു ജീവൻ നൊന്തു വരുപ്പോ. നോക്കൂ, കോങ്കോ നമ്മുടെ ആഫ്രിക്കൻ കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം കുഴിച്ചെടുക്കുന്നത്. ഏറ്റവും പട്ടിണി പരുവങ്ങൾ അവിടെയാണ്. പലപ്പോഴും ചെറിയ കുഞ്ഞുങ്ങളെ ഇത്തരം ഗനികളിലേക്ക്, ചെറിയ ചെറിയ കുഴികളിലേക്ക് കയറ് കിട്ടി ഇറക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും മരിച്ചു പോകുന്നുണ്ട്. അപ്പോ അത്തരം വേദനകൾ അടക്കം തന്റെ പാട്ടിലൂടെ, അതായത് ലോകത്ത് മുഴുവൻ നടക്കുന്ന മനുഷ്യാവകാശ ദംശനങ്ങളാണ്. ഈ സിറിയ ആയാലും, കൊറിയ ആയാലും, ഇന്ത്യ ആയാലും, മെക്സിക്കോ ആയാലും, ഇലങ്ക ആയാലും, കോങ്കോ ആയാലും, ഇവിടെ എല്ലാം ദുരിതം അനുഭവിക്കുന്നത് പല പേരിലും, ജാതിയുടെയും മതത്തിന്റെയും സാമൂഹ്യ അസമത്വത്തിന്റെ പേരിലാണെങ്കിലും ഇവിടെ എല്ലാം അനുഭവിക്കുന്നത്, മരണപ്പെടുന്നത് മനുഷ്യരാണ്. ഒരു കുറ്റവും ചെയ്യാത്ത മനുഷ്യരാണ്. അതിനെ കുറിച്ചിട്ട് തന്റെ പാട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിനെക്കുറിച്ചെല്ലാം നമ്മുടെ മൈക്കിൾ ജാക്സണും തന്റെ പാട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ 2 പാട്ടുകളും താരതമ്യം ചെയ്യപ്പെടേണ്ടത് തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത്. സൊമാലിയൻ ബാല്യങ്ങൾ കൂടി തേരി നേടി പല കാന്തം താണ്ടി എന്നാണ്. നമുക്കറിയാം, വെള്ളം കിട്ടാതെ ചളിവെള്ളം ഊറ്റിക്കുട്ടിക്കുന്ന അവസ്ഥ അടക്കം വരുന്ന ഒരു നാടാണ് സൊമാലിയ. മ്യാൻമാറിൽ ബുദ്ധൻ ആയുധമേന്തിച്ചുടി ചോരമോന്തി. നമുക്കറിയുന്ന ബൗദ്ധന്മാർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവര്, മറ്റുള്ളവരെ മുഴുവൻ എന്താ പറയാ തന്നോട് ഒപ്പം ചേർക്കുന്നവരെന്നൊക്കെ ഏറ്റവും സാത്വിക സ്വഭാവമുള്ളവരെന്നൊക്കെ കരുതിയ ആളുകളാണ്. അല്ല എന്ന് നമുക്ക് മനസ്സിലായതുമാണ്. എന്തൊക്കെയായാലും ആമസോണിൽ വീരാനിയുടെ മാറു തുളഞ്ചതിൽ കാട്ട് കറഞ്ഞു. അവിടെയുള്ള എന്താ പറയുക പ്രകൃതി നശിപ്പിക്കുന്നതിനെ കുറിച്ച്. ആഫ്രിക്കൻ പോർക്കളങ്ങളിൽ ആൺമകൻ ഉയരിനായി അമ്മ കരഞ്ഞു. നമ്മൾ അറിയുന്നതാണ്, തൻ്റെ മകന്റെ ശവശരീരവും ദേഹത്ത് കെട്ടിവെച്ച് നടക്കേണ്ടി വന്ന ഒരു അമ്മയുടെ ചിത്രമൊക്കെ ആരും മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു. ആർട്ടിക്കിൽ പനിമലയുരുകി കടൽ നിറഞ്ഞതിൽ കരകൾ മറഞ്ഞു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആ ഒരു എന്താണ് പ്രകൃതി പ്രശ്നങ്ങളെ കുറിച്ച്. ന്യൂയോർക്കിൻ മണ്ണിൽ മകളിൽ മൂച്ചു നിലച്ചതിൽ പോരി നടന്നു. ഒരു പഴയ വാക്കുകൾ ഉപയോഗിച്ച് മൂച്ചു നിലയ്ക്കുക, ശ്വാസം നിലയ്ക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു തമിഴ് ടച്ച് വാക്കുകൂടിയാണ് ഈ മൂച്ച് എന്ന് പറയുന്നത്. മറന്നിട്ടില്ലെങ്കിൽ ആ ചിത്രം ഒന്ന് ഓർമ്മിക്കുക. ഒരു ആഫ്രിക്കക്കാരന്റെ കഴുത്തിലേക്ക് അവൻ എന്തൊരു മോഷ്ടാവാണെന്ന് മറ്റും പറഞ്ഞ് ഒരു വെള്ളക്കാരന്റെ മുട്ട് അമർന്നു പോയത് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ഒരു മുട്ടും കാലം അവന്റെ കഴുത്തിൽ വെച്ച് അമർത്തിയിട്ട് അവനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനിടയ്ക്ക് അവൻ പറയുന്നുണ്ട്, സാർ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? പക്ഷേ അവൻ
ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും അവന്റെ ശ്വാസം നിന്നു പോയിരുന്നു. ആ മുട്ടുകാൽ അമർത്തിയിട്ട് ഒരു കറുത്ത വർഗ്ഗക്കാരന്റെ കഴുത്തിൽ അങ്ങനെ മുട്ടുകാൽ അമർത്തി കൊല്ലാൻ, അല്ലെങ്കിൽ അവൻ തന്നെ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന ആ ഒരു വെളുത്ത വർഗ്ഗക്കാര് തോന്നുന്ന ആ ഒരു തോന്നലിനെയാണ് നമ്മൾ വംശീയത എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കൊന്നുകളഞ്ഞ ആ ഒരു വിഷയം പോലും ഇവന്റെ പാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞിട്ടില്ല കേട്ടോ സുഹൃത്തുക്കളെ, ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തി പോകാൻ കേട്ടോ. ഈ പാട്ട് മുഴുവൻ ഞാൻ പറഞ്ഞിട്ട് ഒന്ന് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് കേട്ടോ. കഴിഞ്ഞിട്ടില്ല. ന്യൂയോർക്കിൻ മകൻ അവിടെ കിടക്കട്ടെ. പലസ്തീൻ, അതിന്റെ ഒപ്പം തന്നെ പറയുന്നത് പലസ്തീനിൽ പലനൂറായി പലായനം ഒരു പതിവായി മാറി. നമുക്ക് പലസ്തീൻ വിഷയം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിലും അവരത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബേറിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തന്റെ മകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് അത് വാങ്ങിക്കാൻ 10 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ 2500 രൂപ ചെലവഴിക്കേണ്ടി വരുന്ന ഒരു പിതാവിന്റെ വാർത്ത പോലും നമ്മൾ ഈ അടുത്ത് വായിച്ചു പോയതാണ്. എന്തായാലും ചീന നിൻ ചെങ്കട് താഴെ ഖുറാൻ എരിഞ്ഞതിന് മണം വരുന്നത്, ഇത് ഒരു പക്ഷേ ഒരു വലിയ വിഷയമായി മാറുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന പല വിഷയങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല. മലാക്കിൻ കണ്ണീർ വീണതിൽ എന്നെ പെറ്റതായി ഭൂമി കരഞ്ഞു. മലാക്കിൻ കണ്ണീരൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ആ ചിത്രങ്ങളൊക്കെ കണ്ടിരിക്കും. മലാക്ക് ഒരു പയ്യനാണ്. അച്ഛനെ പറ്റിയിട്ട് അമ്മയെ പറ്റി ചോദിച്ചപ്പോൾ ആ പാവം കുഞ്ഞിരുന്ന് കരയുകയാണ്. അപ്പോഴാണ് അച്ഛനാണ് അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോൾ ആ കുട്ടി കരഞ്ഞപ്പോഴാണ് ആ ഒരു ചോദ്യം ചോദിച്ച ആ ഒരു പത്രപ്രവർത്തക എന്തേന്ന് കാരണം അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു വാർത്ത അറിയുന്നത്. ആ ഒരു പത്രപ്രവർത്തക പോലും ആ നിമിഷം കരഞ്ഞുപോയി. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയാണെന്നൊക്കെ പറയുമ്പോൾ അമ്മയില്ല, അവന്റെ അമ്മ മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളാവുന്നുള്ളൂ, ആ അമ്മ അവനിനി കാണാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ മാറുന്നത് ഒരുപക്ഷെ ലോകം മുഴുവൻ കണ്ടു കരഞ്ഞ ഒരു ന്യൂസ് ആയിരിക്കും. അത് ഞാൻ പറയുമ്പോഴേ എനിക്ക് വലിയ വിഷമാവുന്നുണ്ട്. ബലാക്ക് നീ പാടാപ്പാട്ടുകൾ 6 അടി മണ്ണിൽ കാത്തു തിരഞ്ഞു, ആസിഫിന് നുരയുടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലി. ഇതൊക്കെയാണ് സംഘപരിവാർക്ക് വലിയ പ്രശ്നമായത്. ആസിഫയെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. നമ്മുടെ ഉത്തരേന്ത്യയിൽ ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ വെച്ചിട്ട് അതിഭീകരമായിട്ട് കുറച്ചു പേര് ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞ കുഞ്ഞിന്റെ പേരാണ് ആസിഫ. നമുക്ക് അമ്പലങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ എന്ന് പറയുന്നത് എന്തുവാണ്, നമ്മളെ രക്ഷിക്കുന്നിടം എന്നാണ് സങ്കല്പിച്ചിട്ടുള്ളത് അല്ലെ. ക്ഷേത്രങ്ങളും പള്ളികളായാലും അത് ഉള്ളിൽ വെച്ചിട്ട് ഒരു കുഞ്ഞ് ഭീകരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുകയാണെങ്കിൽ അവിടെ ദൈവം അത് കണ്ടിരിക്കുകയില്ലായിരുന്നല്ലോ അല്ലെ. ദൈവം അത് കണ്ടിരിക്കുകയായിരുന്നില്ലേ. അതിനെയാണ് ദൈവം കാവിലിരുന്നു എന്ന് ഇദ്ദേഹം എഴുതി വെച്ചത്. ഈ ഒരു വാർത്തകളൊക്കെ അത് ചെയ്തവര് BJP-ക്കാരാ, സംഘപരിവാർ അനുകൂലികളാ, മനസ്സിലാക്കണം. കൊന്നുകളഞ്ഞത് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ആസിഫ. അപ്പൊ ഈ സംഗതികളൊക്കെ പാടുകയും അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന കർത്തവ്യമാണ് വേടൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതൊന്നും നമ്മുടെ സംഘപരിവാറിന് ഇഷ്ടമാവില്ല. അതുകൊണ്ടാണ് സംഘപരിവാറുകാർ നിരന്തരം വേടനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞിട്ടില്ല. ഐലനിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൻ ആഴമളന്നു. ഐലൻ കുർദിയെ നിങ്ങൾ ഓർമ്മിക്കുന്നോ? ഒരു ചുവന്ന ട്രൗസർ അണിഞ്ഞ ഒരു നീല കുപ്പയാണെന്ന് തോന്നുന്നു അണിഞ്ഞൊരു കൊച്ചു കുഞ്ഞ് ഒരു കടലക്കരയിൽ അടിഞ്ഞു വന്നത്. രക്ഷപ്പെടുകയായിരുന്നു. കിട്ടിയ ബോട്ടിൽ തന്റെ രണ്ട് കുഞ്ഞുങ്ങളെയും കയ്യിലേന്തിയിട്ട് ഒരു പിതാവ് രക്ഷപ്പെടുകയായിരുന്നു. തിരമാലയിൽ തന്റെ കയ്യിലുള്ളായിരുന്ന ആ പിഞ്ചു കുഞ്ഞ് കടലിലേക്ക് തെറിച്ചുപോയി. പിറ്റേ ദിവസം കടപ്പുറത്ത് ആ കുഞ്ഞ് അടിഞ്ഞു വന്നു. ഒരു കുഞ്ഞിങ്ങനെ കമിഴ്ന്നു കിടക്കുന്ന വേദന ഉണ്ടാക്കുന്ന ഒരു ദൃശ്യമാണ്. അതിനെയാണ് ആ കുഞ്ഞിന്റെ പേരാണ് അലൈൻ കുർദി. അലൈൻ നിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൽ ആഴമളന്നു എന്നാണ് വേടൻ ആ ഒരു ഇൻസിഡന്റിനെ ഇവിടെ എഴുതി വെച്ചതാണ്. എന്നിട്ട് വേടൻ ഈ ഒരു തന്റെ കവിത അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഭൂമി ഞാൻ വാഴുന്നിടമാണ്, ഓരോ ദിവസവും അനുദിനം ഓരോ ദിവസവും നരകമായി മാറുന്നിടമാണ്. ഓരോ ദിവസവും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത പ്രദേശമായിട്ട് മാറുന്ന ഇടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഈ ഭൂമി എന്നാണ് നമ്മുടെ വേടൻ ഈ പാട്ടിനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതൊരു പഠനം എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് പരിപൂർണമെന്നല്ല. ഇതിനേക്കാൾ അതിഗംഭീരമായിട്ട് ഇതിനെപ്പറ്റി പറയാനും പഠിക്കാനും പറ്റിയ ആളുകളൊക്കെ പുറത്തുണ്ടെന്ന് എനിക്കറിയാം, ബോധ്യമുണ്ട്. എങ്കിലും എൻ്റെതായിട്ടുള്ള ഒരു സംഭാവന മാത്രം. എന്നോടൊപ്പം ഉണ്ടാവുക, സബ് ചെയ്തിട്ട് എന്നോടൊപ്പം കൂടുമെന്നുള്ള പ്രതീക്ഷയോടെ സുഹൃത്തുക്കളെ നിർത്തട്ടെ. ബൈ.